ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയധികം ഭാഷകളിൽ റീമേക്ക് ചെയ്ത നടന്ന ഒരു ചിത്രം 'ദൃശ്യം' പോലെ മറ്റൊന്നും ഉണ്ടാവില്ല. അതിനാൽ തന്നെ 'ദൃശ്യം 2' ഉള്ള കാത്തിരിപ്പ് ഇന്ത്യ ഉടനീളമുള്ള പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രൈം വീഡിയോയുടെ ഡയറക്ട് ഒടിടി റിലീസായി എത്തിയ 'ദൃശ്യം 2' പാൻ ഇന്ത്യൻ പ്രതികരണമാണ് ലഭിച്ചത്. അജയ് ദേവ്ഗൺ നായകനായ 'ദൃശ്യം 2' റീമേക്ക് ചെയ്ത് ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടിയിരുന്നു. ഒറിജിനൽ 'ദൃശ്യം 2' ഒരു തിയേറ്റർ റിലീസ് ആവാതെ പോയതിൽ നിരാശ മലയാളം സിനിമാ പ്രേമികൾ എപ്പോഴും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റും പങ്കുവെക്കാറുണ്ട്. 'ദൃശ്യം 3' ആ കുറവ് നികത്തുമെന്ന പ്രത്യാശയും അവർ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോഴ് 'ദൃശ്യം 3' സംബന്ധിച്ച ഒരു പ്രധാന അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. സിനിമയുടെ ചിത്രീകരണം സംബന്ധിച്ചാണ് ഇത്. 'ദൃശ്യം 3'യുടെ ചിത്രീകരണം സെപ്റ്റംബറിൽ തുടങ്ങും. ചിത്രത്തിന്റെ തിരക്കഥയിൽ നിന്നുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ജിത്തു ജോസഫ് ഇതിനകം സൂചന ഏതാനും ദിവസങ്ങൾ മുമ്പ് നൽകിയിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചന. ഫ്രാഞ്ചൈസിയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ജോർജ് കുട്ടിയും കുടുംബത്തിനും ഇനി എന്ത് സംഭവിക്കും എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും. 'ദൃശ്യം 2' വന്നതിന് ശേഷം മൂന്നാം ഭാഗത്തിന്റെ സാധ്യതകൾ സംബന്ധിച്ച് പല ഫാൻ തിയറികളും സോഷ്യൽ മീഡിയയിൽ ഈ കാലയളവിൽ എത്തിയിട്ടുണ്ട്. ഈ ഫ്രാഞ്ചൈസിയിലെ സിനിമാ പ്രേമികൾക്കുള്ള താൽപര്യം അത്രമാത്രമാണ്. അതേസമയം ഹിന്ദിയിലും 'ദൃശ്യം 3' ഒരുക്കുന്നുണ്ട്. നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫയൽ ചെയ്ത വിവരം 'ദൃശ്യം 3'യുടെ കാര്യവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 'ദൃശ്യം 3' സജീവ നിർമ്മാണത്തിൽ ആണെന്നും അഭിഷേക് പഥക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അജയ് ദേവ്ഗൺ ആയിരിക്കും നായകനെന്നും നിർമ്മാണ കമ്പനി നൽകിയ വിവരത്തിൽ പറയുന്നു. 2022-ൽ പുറത്തിറങ്ങിയ 'ദൃശ്യം 2'ന്റെ ഹിന്ദി റീമേക്കിനും സംവിധാനം ചെയ്തത് അഭിഷേക് പഥക് ആയിരുന്നു. അതേസമയം മലയാളം 'ദൃശ്യം 3' ഫെബ്രുവരി 20-നാണ് പ്രഖ്യാപിച്ചത്.